സുഖമാണോ രാജപ്പ? അതെ സാറേ. സാറ് കുളിക്കാനാണെങ്കിൽ ആ കടവിലോട്ട് ഇറങ്ങിയാൽ മതി. രാജപ്പൻ കുളിക്കാൻ വരുന്നു? ഞാൻ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. സാറ് ചെന്നാട്ടെ. ഞാനേ പുല്ല് കൊണ്ടു കൊടുത്തിട്ട് വരാം. തുളസി കുഞ്ഞെ, പുല്ല്. നല്ല കടുപ്പത്തിലൊരു ചായ തന്നെ. എടി, കടുപ്പത്തിൽ ചായ ചീത്തയാ, വിശപ്പ് കെടും. കടുപ്പത്തിലാ ഇഷ്ടം. ആർക്ക്? അത് ഒരാളിന്. ഇത് നിനക്ക്. എനിക്കൊന്നും വേണ്ട. വല്ലവരും കുടിച്ചതിന്റെ ബാക്കി. ഞാൻ വല്ലവരുമാണോ? അല്ലാതെ നിന്റെ സ്വന്തം. പിന്നെ സ്വന്തം. എന്താ പെണ്ണെ, പിടിച്ചില്ലേ? വീട്ടിലേക്ക് വരുവോ? എന്തിനാ? വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ. അയ്യോ, ഞാനില്ല. നിന്റെ അച്ഛനെങ്ങാനും കണ്ടാൽ അത് മതി. അച്ഛനവിടെ ഇല്ല, വൈകുന്നേരത്തെ വരൂ. എന്നാൽ അത് നേരത്തെ പറയണ്ടേ? വാ. ഇവനൊക്കെ കൂവാൻ കണ്ടൊരു സമയം. ഞാൻ വരട്ടെ. നീ എവിടെയാ മോളെ പോയത്? ഈ വീടും പൂട്ടിട്ടുണ്ട്. അച്ഛൻ എവിടെയാ പോകുന്നു? വൈകിട്ട് വരൂ എന്നും പറഞ്ഞില്ലേ പോയത്? പിന്നെന്തിനാ ഇപ്പൊ വന്നേ? ആഹാ, അത് കൊള്ളാം. വൈകിട്ടേ വരൂ എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് നേരത്തെ വന്നൂടെ? എന്താ മോളെ, രാജപ്പനോട് ഇങ്ങോട്ടെങ്ങാനും വരാൻ പറഞ്ഞോ? രാജപ്പനോ? എന്തിനാ? ഞാൻ എന്തിനാ പറയുന്നേ? അത് ശരിയാ. എന്റെ മോൾ എന്തിനാ പറയുന്നേ? എന്റെ മോൾക്ക് രാജപ്പൻ എന്ന് പറയുന്ന ഒരാളിനെ അറിയും കൂടിയില്ല. ഒരേട്ട് ബീഡി ഇടടേ. തരാനുള്ള കാശിങ്ങിതാ, എന്നിട്ട് ബീഡി തരാം. നീ ബീഡി തരില്ലല്ലടാ? ദാമുണ്ണ നാളെ ജയിലിൽ നിന്ന് വരുന്നുണ്ടടാ, കാണിച്ചു തരാം. ഇത് കണ്ടാ ചീച്ചിക്കളയും. ബീഡി തരും. കാളദാമു? അതേടാ, കാളദാമു തന്നെ. ദാമുവിനെതിരായി നീ സാക്ഷി പറയും. അല്ലടാ പട്ടി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. താമസ സൗകര്യം വല്ലതും ആയോ? തൽക്കാലം ഇവിടെ താമസിക്കുന്നു, സർക്കാർ ചിലവിൽ. തബള, ല ല ലി ലി ലം ലാം. സാറേ, ഈ ബിന്ദു കരയുന്നു.
ബിന്ദു ഇവിടെ വരൂ. എന്തിനാ ബിന്ദു കരയുന്നത്? രാഘവ എപ്പോഴും എന്നെ കളിയാക്കുന്നു. ഞാൻ അച്ഛനില്ലാതെ ഉണ്ടായതാണെന്ന്. രാഘവൻ ഇവിടെ വരൂ. എടാ, നീ ഇവിടെ വരുന്നത് പഠിക്കാനോ അതോ അച്ഛനെ അന്വേഷിക്കാനോ? ആ കുട്ടിക്ക് അച്ഛനില്ലാത്തോണ്ട് പറഞ്ഞതാ. നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ അന്വേഷിക്കാൻ? നീ ഇങ്ങനെ കിടക്കും. പിന്നെ അങ്ങനെ അങ്ങനെ വിട്ടാ അവിടെ പോയിരിക്ക. സാറാ കുട്ടിയെ അടിക്കണ്ടായിരുന്നു. അവൻ പറഞ്ഞ തെറ്റൊന്നുമില്ല. തന്നെയുമല്ല, അവന്റെ അച്ഛൻ വണ്ടിക്കാരൻ ദാമോദരൻ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ചട്ടമ്പിയാ. ഇരട്ടച്ചങ്കം അമ്മുവിനെ ഒറ്റ കുത്തിന് കൊന്നവനാ. സാറേ, സംഗതി ആകെ കുഴപ്പത്തിലായി. സാർ എന്തിനാ ആ കാളതാമ്പുവിന്റെ മകനെ തല്ലിയത്? തല്ലിയത് കാര്യമുണ്ടായിട്ട് അതിനിപ്പോഴെന്താ? സാറിനെ തിരക്കി അവന്മാര് സ്കൂളിൽ വന്നിരുന്നു. സാറേ, അവന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാടാ ഇവിടെ ഈ തല്ലുകാരൻ വാദ്യാരെ? താനാണോ? അപ്പോഴേ വാദ്യാരെ, താൻ ഇതേവരെ തല്ലു കൊടുത്തിട്ടല്ലേ ഉള്ളൂ, കൊണ്ടിട്ടില്ലല്ലോ? ഇതുവരെ കൊള്ളേണ്ടി വന്നിട്ടില്ല. പിന്നെ വേണ്ടി വന്നാൽ കൊള്ളണമല്ലോ. ഓഹോ, അപ്പൊ താൻ രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുകയാണല്ലേ? ആ, എന്ന് പറയാം. അപ്പോഴേ താനൊന്ന് എണീറ്റേ, നമുക്കൊന്ന് ശരിക്ക് പരിചയപ്പെടാം. അതിനെന്താ, പരിചയപ്പെടാമല്ലോ. അയ്യോ വേണ്ട സാർ, കൊണ്ടിട്ട് എഴുന്നേറ്റാ മതി. ഇനി അവനത് ഉണ്ണേണ്ടി വരില്ലടി. താൻ എന്റെ കൊച്ചിനെ തല്ലും അല്ലേ? തെറ്റ് ചെയ്താൽ ആരുടെ കുട്ടിയെന്നില്ലല്ലോ. അപ്പൊ ആരുടെ കുട്ടിയായാലും നീ തല്ലും അല്ല പട്ടി? സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നിനക്ക് തല്ലാനല്ല അവനെ ഞാൻ വളർത്തുന്നത്. അവനെ ചോറ് കൊടുക്കുന്നത് ഞാനാ, നിന്റെ തന്തയല്ല. പിന്നെ ഞാനൊരു അധ്യാപകനാണെന്ന് കരുതി എന്റെ കൈമടക്കി പാക്കറ്റിലിട്ടിരിക്കുകയാണെന്ന് കരുതരുത്. നീ എന്താ പേടിപ്പിക്കുന്നു? ദാമോണ്ണ, നമുക്ക് പോവാം. നമുക്ക് അവനോട് പിന്നെ പകരം ചോദിക്കാം. എന്റെ കത്തി കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ തീർച്ചയാണ്. അയ്യോ, എന്റെ കത്തി. എടോ അധ്യാരെ, നീ കരുതിയിരുന്നു നീ കാളതാമുനെ നോവിച്ചു വിട്ടത്. അല്ലെങ്കിൽ ഇയാളങ്ങ് മൂക്കി വലിച്ചിരിക്കളെ. ഒന്ന് പോണേ അവിടെ. ഓടാ.
ഞാൻ അക്കരെയായിരുന്നു. അറിഞ്ഞ ഉടനെ വന്നു. സാറിനൊന്നും പറ്റിയില്ലല്ലോ? ഓ സാരമില്ല. നിങ്ങൾ അറിഞ്ഞോ പുതുതായി വന്ന സാറ് ദാമോദരനെ തല്ലിയത്? അറിഞ്ഞു. ആ സാറിപ്പോ തുളസിയുടെ കൂട്ടത്തിലാ. അവൾക്ക് വേണ്ടിയാ തല്ലിയത്. അവളുടെ കണ്ണും ചിരിയും കണ്ടാൽ ആരാ വീഴാത്തത്? എന്നാലും അയാളൊരു വാദ്യാര് സാറല്ലേ? അതേ ഒരു കാര്യം, വള്ളത്തിരുന്ന് പോക്കൃത്തി പറയാൻ മണ്ടയ്ക്ക് വീക്കും. ദാമോദരൻ വല്ല റൗഡിയല്ലേ? ഇരട്ടച്ചങ്ങനെ ഒറ്റക്കുത്തിരി വളർത്തിയവനല്ലേ? എന്നിട്ട് എന്താ വാലി ചുരുട്ടിയത്? ആ സാറേ മുലപ്പാല് കുടിച്ച് വളർന്നവനാ. മനസ്സിലായോ? അവന്റെ ഒരു അഹങ്കാരം. വെളിനാട്ടിൽ കിടന്ന വാണാല് വാദ്യാര് ഇവിടെ വന്ന് കിടന്ന് വിളയണ കണ്ടില്ലേ? അവൻ പിള്ളാരെ പഠിപ്പിക്കുന്നില്ല നീ, അവൻ പിള്ളാരെ നശിപ്പിക്കാ ചെയ്യുന്നു. ക്ഷമിക്കുന്നതിന് ഒരു അതിലുണ്ട്. ഞാൻ കൈകളൊന്നും എടാ വാദ്യാരെ, നീ എന്നെ തല്ലിയല്ലേ? അമ്മേ, സാറിനോട് വലിയ ഇഷ്ടാ. ഇനി എന്റെ മോള് പിള്ളേര് കളിയാക്കിയ സാറിനോട് പറയരുത് കേട്ടോ. ഞാൻ പറയും, സാറ് നല്ല അടി കൊടുക്കും. ഇവിടെ നോക്ക്, ഞാൻ പറയുന്ന അനുസരിക്കണം. ആരെന്ത് പറഞ്ഞാലും സാറിനോട് ഒരു അക്ഷരം പറയരുത്. പറയൂ? ഇല്ല. നല്ല മോള്. ഒന്ന് പതുക്കെ പോതെങ്കിൽ ഇങ്ങനെ ഓടിയാൽ ഞാൻ വീഴും. മിടുക്കി. കണ്ടോ കണ്ടോ, ഇങ്ങനെ ആടിന്റെ സ്വഭാവം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ ഇത്ര ചിരിക്കാൻ? പിന്നെ ചിരിക്കാതെ എന്ത് ചെയ്യും? ആടിന്റെ സ്വഭാവം കാണിക്കാതെ നാനയുടെ സ്വഭാവം കാണിക്കും. ഓ, ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഇവിടെ വന്ന് നിന്നത്? ഇവിടെ വന്ന് നിന്നത് നിന്നെ കാണാൻ. നീ എന്താ രാവിലെ ചായയും കൊണ്ടുവരാൻ? ചായ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ അച്ഛൻ കണ്ടു. അച്ഛൻ വലിയ കാര്യത്തിൽ അത് വാങ്ങിയും കുടിച്ചു. ചായ ഇല്ലെങ്കിലും നിനക്കൊന്ന് വന്നുകൂടായിരുന്നു മാളു. നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാ. നോണ, ഇതായപ്പേട്ടൻ ചുമ്മാ പറയുക. ഞാൻ നിന്നോട് നുണ പറയുമോ? ഇപ്പൊ തന്നെ ഗോപാലിനെ വള്ളവിപ്പിച്ചിട്ടാ വന്നത്. ആ രാവിലെ നിന്റെ അച്ഛൻ അക്കരയ്ക്ക് പോകുന്നുണ്ടല്ലോ. എവിടെ പോയതാ? അമ്മായിയുടെ അടുത്ത് പോയതാ. വൈകിട്ടേ വരൂ. ആ അങ്ങനെ വരട്ടെ. അപ്പോ നമുക്ക് പതുക്കെ പോയാ മതി. ഓ, ആ കിളവിന്റെ ശല്യമില്ലാതെ ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് ഒന്നിച്ചു പോകാം. ഒരു വല്ലാത്ത ശല്യം തന്നെ നിന്റെ അച്ഛൻ. ഇതെന്താ ഇത്? ആട് അടെ വെക്കാൻ. അപ്പൊ പിന്നെ ഇതോ?